Hello children, welcome to Kids Area Online. Annual examiനുള്ള preparation start ചെയ്യുവാണ്. റെഡി ആണോ? റെഡിയാണ്. ഓക്കെ. എന്നാൽ അതിനു മുൻപ് ടീച്ചർ കുറച്ച് കാര്യങ്ങൾ കൂടി പറയട്ടെ. കേരള സ്റ്റേറ്റ് സിലബസിൻ്റെ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ എക്സാം റിവിഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലൈവായിട്ടാണ്, സൂമിലാണ്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ ഏപ്രിൽ മെയിൽ വെക്കേഷൻ ക്ലാസ്സസ് വരുന്നുണ്ട്. ബേസിക് ആയിട്ടുള്ള എല്ലാ കോഴ്സസും കുട്ടികൾക്കായിട്ട് നൽകുന്നുണ്ട്. മലയാളം ലെറ്റേഴ്സ് മുതൽ മലയാളം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്, ഇംഗ്ലീഷ് ലെറ്റേഴ്സ് മുതൽ ഇംഗ്ലീഷ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് വരെയുണ്ട്. ഹിന്ദി ലെറ്റേഴ്സ് മുതൽ ഹിന്ദി എഴുതാനും വായിക്കാനും പഠിപ്പിക്കുന്ന കോഴ്സ് വരെയുണ്ട്. മാത്തമാറ്റിക്സ് ബേസിക്സ് ഉണ്ട്. അതുപോലെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ഉണ്ട്. ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് നൽകുന്നുണ്ട്. LKG UKG കുട്ടികൾക്കായിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് അവർ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ നല്ലതുപോലെ പഠിപ്പിക്കുന്നുണ്ട്. അടുത്ത വർഷം മുതൽ, അതായത് നെക്സ്റ്റ് അക്കാഡമിക് ഇയർ മുതൽ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുകയാണ്. ഇപ്പോൾ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് ട്യൂഷൻ നൽകുന്നത്. അടുത്ത വർഷം മുതൽ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ വിളിക്കാവുന്നതാണ്, അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. ഓക്കെ, എല്ലാവരും കേട്ടുവല്ലോ? എല്ലാവരും വേഗത്തിൽ തന്നെ അഡ്മിഷൻ എടുക്കുക, നല്ലതുപോലെ പഠിക്കുക കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോയാലോ? എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സസ് ആണ്. ഇവിടെ നോക്കിയേ, ഇതാരാ സൈക്കിളിൽ പോകുന്നേ? ഇതാരാ? സീബ്ര. സീബ്രയുടെ ബാക്കിൽ ബാഗൊക്കെ ഉണ്ടല്ലേ. സീബ്ര ഏത് വാഹനത്തിലാ പോകുന്നേ? സൈക്കിൾ. ഏത് വാഹനത്തിലാ? സൈക്കിളിലാണല്ലേ പോകുന്നേ. നിങ്ങളിൽ എത്ര പേർക്ക് സൈക്കിൾ ഓടിക്കാൻ അറിയാം? അറിയാല്ലേ? അറിയാത്തവർ വിഷമിക്കേണ്ട, പഠിക്കാട്ടോ. ഇവിടെ നോക്കിയേ, ഈ സീബ്ര സൈക്കിൾ ഓടിച്ചിങ്ങനെ പോയപ്പോ റോഡിൽ സീബ്ര ഒരു കാര്യം കണ്ടു. എന്താണെന്നറിയാവോ? ദാ അവിടെ എഴുതി വെച്ചിരിക്കുക, ഹലോ കൂട്ടുകാരെ, റോഡിൽ നടക്കുമ്പോൾ വലതുവശം ചേർന്ന്, സൈക്കിൾ ഓടിക്കുമ്പോൾ ഇടതുവശം ചേർന്ന്. നിങ്ങളോ? അവിടെ എഴുതി വെച്ചിരിക്കുക, റോഡിൽ നടക്കുമ്പോൾ ഏത് വശം ചേർന്ന് നടക്കണം? വലതുവശം ചേർന്ന് നടക്കണം. സൈക്കിൾ ഓടിക്കുമ്പോഴോ? ഇടതുവശം ചേർന്ന്. സീബ്ര കണ്ടു കേട്ടോ, ഇടതുവശം ചേർന്നാണ് സൈക്കിൾ ഓടിക്കേണ്ടതെന്ന് സീബ്ര കണ്ടിട്ടുണ്ട്. സീബ്ര നേരെ ഇടതുവശത്തേക്ക് പോയി ഇടതുവശത്ത് ചേർന്ന് സൈക്കിൾ ഓടിച്ച് പോവാണ്. ഇതുപോലെ സീബ്ര ഒരു യാത്ര ചെയ്തപ്പോൾ ഒരു ബോർഡ് കണ്ടു, അതിനനുസരിച്ച് മാറ്റം വരുത്തിയല്ലേ. നിങ്ങൾ യാത്ര ചെയ്തപ്പോൾ ഇതുപോലെയുള്ള അറിയിപ്പ് ബോർഡുകൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഏതൊക്കെ അറിയിപ്പ് ബോർഡുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്? എഴുതാവോ? ഓക്കെ, 1-2 ടീച്ചർ പറഞ്ഞുതരാം കേട്ടോ. ടീച്ചർ കണ്ടിട്ടുള്ള കുറച്ച് അറിയിപ്പ് ബോർഡുകൾ പറഞ്ഞു തരാം. ദാ ഇതാണ് അറിയിപ്പ് ബോർഡ്. കണ്ടോ? ഇതൊരു അറിയിപ്പ് ബോർഡാണ്. ഇതിൽ അറിയിപ്പുകൾ എഴുതാം. ഒന്നാമത്തേത് അപകടമേഖല, വാഹനങ്ങൾ പതുക്കെ പോവുക. ടീച്ചർ കണ്ടിട്ടുള്ള ഒന്നാമത്തെ വാർത്ത ഏതാണ്? ഒന്നാമത്തെ കാര്യം എന്താണ്? അപകടമേഖല, വാഹനങ്ങൾ പതുക്കെ പോവുക. അറിയിപ്പ് ബോർഡിൽ ഒന്നാമത് ടീച്ചർ എഴുതിയത് ഏതാണ്? അപകടമേഖല. ഇത് അപകടമേഖലയാണ്. ഇവിടെ വാഹനങ്ങൾ പതുക്കെ പോകണം. അതിനുള്ള ഒരു അറിയിപ്പ് ബോർഡാണ്. അപകടമേഖല, വാഹനങ്ങൾ പതുക്കെ പോവുക. വാഹനങ്ങൾ പതുക്കെ പോവുക. അടുത്തൊരു അറിയിപ്പ് ബോർഡ് നോക്കിയാലോ. ഹെൽമറ്റ് ധരിക്കൂ, അപകടം ഒഴിവാക്കൂ. ഹെൽമറ്റ് ധരിക്കൂ, അപകടം ഒഴിവാക്കൂ. നിങ്ങൾക്ക് മോട്ടോർ ബൈക്ക് ഇഷ്ടമാണല്ലോ. ബൈക്ക് ഇഷ്ടമാണോ? ബൈക്കിൽ എന്താ നമ്മൾ തലയിൽ വെക്കേണ്ടത്? എന്താ? ഹെൽമറ്റ് വെക്കണം അല്ലേ. ഹെൽമറ്റ് വെച്ചാൽ വലിയ അപകടങ്ങൾ ഒഴിവാകും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊരു അറിയിപ്പ് ബോർഡ് തയ്യാറാക്കാം. ഹെൽമറ്റ് ധരിക്കൂ, അപകടം ഒഴിവാക്കൂ. ഹെൽമറ്റ് ധരിക്കൂ,
അപകടം ഒഴിവാക്കൂ. അപ്പോൾ 2 അറിയിപ്പ് ബോർഡ് ടീച്ചർ പറഞ്ഞു തന്നു. മൂന്നാമതൊരെണ്ണം കൂടി പറയട്ടെ. മൂന്നാമത്തേത് ശ്രദ്ധിച്ച് വാഹനം ഓടിക്കൂ, ജീവൻ രക്ഷിക്കൂ. ശ്രദ്ധിച്ച് വാഹനം ഓടിക്കൂ, ജീവൻ രക്ഷിക്കൂ. അപ്പോൾ നമ്മൾ യാത്ര ചെയ്തപ്പോൾ കണ്ട അറിയിപ്പ് ബോർഡുകൾ എഴുതാനായിരുന്നു പറഞ്ഞിരുന്നത്. 3 അറിയിപ്പ് ബോർഡുകൾ ടീച്ചർ പറഞ്ഞു. അപകട മേഖല, വാഹനങ്ങൾ പതുക്കെ പോവുക. രണ്ടാമത് ടീച്ചർ എന്ത് പറഞ്ഞു? ഹെൽമറ്റ് ധരിക്കൂ, അപകടം ഒഴിവാക്കൂ. മൂന്നാമത് എന്ത് ടീച്ചർ പറഞ്ഞു? ശ്രദ്ധിച്ച് വാഹനം ഓടിക്കൂ, ജീവൻ രക്ഷിക്കൂ. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്കും അറിയാം. നിങ്ങൾ കണ്ടിട്ടുള്ളത് എഴുതാലോ. നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ഇത് പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, ടീച്ചർ ഇവിടെ നൽകിയത് എന്താണ്? യാത്ര ചെയ്തപ്പോൾ നമ്മൾ കണ്ട അറിയിപ്പ് ബോർഡുകൾ. ഇനി നോക്കിയേ, ഇവിടെ നോക്കിയേ. ഇവിടെ തിക്കും തിരക്കുവാണോ അല്ല എങ്കിൽ ഒഴിഞ്ഞ സ്ഥലമാണോ? വാഹനങ്ങളുടെയും ആളുകളുടെയൊക്കെ തിക്കും തിരക്ക് നിറഞ്ഞ സ്ഥലമാണോ അല്ല എങ്കിൽ ഒഴിഞ്ഞ സ്ഥലമാണോ? സമാധാനത്തോടുള്ള സ്ഥലമാണോ? നിങ്ങൾ പറഞ്ഞേ, ഈ ചിത്രം കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? തിരക്ക് നിറഞ്ഞ സ്ഥലം അല്ലേ? ആളുകൾ, വാഹനങ്ങൾ, അങ്ങനെ ചരക്ക് ലോറി, അങ്ങനെ ആകെ കെട്ടിടങ്ങളൊക്കെ ആയിട്ട് തിക്കും തിരക്കുമായിട്ടുള്ള സ്ഥലമാണല്ലേ ഇത്. അപ്പോൾ വാഹനപ്പെരുപ്പവും ദോഷങ്ങളും എന്തൊക്കെയാണെന്ന് എഴുതേണ്ടത്. വാഹനപ്പെരുപ്പവും ദോഷങ്ങളും. ഒത്തിരി വാഹനങ്ങൾ ഇറങ്ങിയാൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ. ഒത്തിരി വാഹനങ്ങൾ കൂടിയാൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ്? പഠിച്ചാലോ? വാഹനപ്പെരുപ്പവും ദോഷങ്ങളും. ഒന്നാമത്തേത് അന്തരീക്ഷ മലിനീകരണം. വാഹനങ്ങളിൽ നിന്നുള്ള പുകയാൽ അന്തരീക്ഷം മലിനമാകും. അന്തരീക്ഷ മലിനീകരണം. ഒന്നാമത്തെ ദോഷം എന്താണ്? വാഹനപ്പെരുപ്പം കൊണ്ടുള്ള ഒന്നാമത്തെ ദോഷം എന്താ? അന്തരീക്ഷ മലിനീകരണം. അടുത്തോ ശബ്ദ മലിനീകരണം. എല്ലാ വാഹനങ്ങളുടെയും ശബ്ദം ആയതിനാൽ ശബ്ദ മലിനീകരണം. പുക കൊണ്ട് അന്തരീക്ഷ മലിനീകരണം, ശബ്ദത്താൽ ശബ്ദ മലിനീകരണം. മൂന്നാമതോ ആളുകൾക്ക് നടക്കാനായിട്ട് പറ്റുമോ? വാഹനങ്ങൾ ഇങ്ങനെ തിക്കും തിരക്കിട്ട് പോകുമ്പോൾ നടക്കാൻ പ്രയാസം. നടക്കാൻ പ്രയാസം. അപകടങ്ങൾ കൂടുന്നു. വാഹനപ്പെരുപ്പം കാരണം മറ്റൊരു പ്രശ്നം എന്താ? അപകടങ്ങൾ കൂടുന്നു. യാത്രാക്ലേശം വർദ്ധിക്കുന്നു. നമുക്ക് യാത്ര ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടാണല്ലേ? ഒത്തിരി വാഹനങ്ങൾ കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന വാഹനത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആ സമയത്തിന് എത്താനായിട്ട് കഴിയത്തില്ല. യാത്രാക്ലേശം വർദ്ധിക്കുന്നു. വാഹനക്കുരുക്ക് മൂലം സമയനഷ്ടം സംഭവിക്കുന്നു. വാഹനക്കുരുക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലോക്ക് ആകുക. വാഹനങ്ങൾ മറ്റൊരു വണ്ടിക്ക് പോകാൻ പറ്റാതെ മറ്റൊരു വണ്ടി കുറുകെ വരിക. അതാണ് വാഹനക്കുരുക്ക് സംഭവിക്കുക. വാഹനക്കുരുക്ക് മൂലം സമയനഷ്ടം സംഭവിക്കുന്നു. ഇവിടെ ടീച്ചർ 6 ദോഷങ്ങൾ പറഞ്ഞു. വാഹനപ്പെരുപ്പം കൊണ്ടുള്ള 6 ദോഷങ്ങൾ. വാഹനപ്പെരുപ്പം എന്ന് പറഞ്ഞാൽ എന്താ? നാട്ടിൽ വാഹനങ്ങൾ കൂടുന്നത് കൊണ്ടുള്ള ദോഷങ്ങൾ ഏതൊക്കെയാ? വായു മലിനീകരണത്തിന് എന്താ പറയുക? അന്തരീക്ഷ മലിനീകരണം. ശബ്ദത്താൽ ശബ്ദ മലിനീകരണം. നടക്കാൻ പ്രയാസം. അപകടങ്ങൾ കൂടുന്നു. യാത്രാക്ലേശം വർദ്ധിക്കുന്നു. വാഹനക്കുരുക്ക് മൂലം സമയനഷ്ടം സംഭവിക്കുന്നു. അപ്പോൾ വാഹനപ്പെരുപ്പം കൊണ്ടുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണ്? ഒരിക്കൽ കൂടി പറഞ്ഞേ. അന്തരീക്ഷ മലിനീകരണം, ശബ്ദ മലിനീകരണം, നടക്കാൻ പ്രയാസം, അപകടങ്ങൾ കൂടുന്നു, യാത്രാക്ലേശം വർദ്ധിക്കുന്നു, വാഹനക്കുരുക്ക് മൂലം സമയനഷ്ടം സംഭവിക്കുന്നു. ഓക്കെ, അപ്പോൾ ടീച്ചർ ഇന്ന് എത്ര ചോദ്യങ്ങൾ പഠിപ്പിച്ചു? 2 ചോദ്യങ്ങൾ പഠിപ്പിച്ചു. ഒന്നാമത്തെ ചോദ്യം ഏതായിരുന്നു? ഒന്നാമത്തെ ചോദ്യം എന്താ? അറിയിപ്പ് ബോർഡ് തയ്യാറാക്കുക. നിങ്ങൾ പോകുന്ന യാത്രയിൽ കണ്ടിട്ടുള്ള അറിയിപ്പ് ബോർഡുകൾ, 3 അറിയിപ്പ് ബോർഡ് ടീച്ചർ കാണിച്ചു തന്നു. രണ്ടാമത് ടീച്ചർ എന്താ പഠിപ്പിച്ചേ? വാഹനത്തിൻ്റെ തിക്ക്
തിക്കും തിരക്കും കൊണ്ടല്ലേ, വാഹനപ്പെരുപ്പം കൊണ്ടുള്ള ദോഷങ്ങൾ എന്തെല്ലാമാണ്? 6 ദോഷങ്ങൾ ടീച്ചർ പറഞ്ഞു. ഒരിക്കൽ കൂടി പറഞ്ഞു, ഏതൊക്കെയാ? അന്തരീക്ഷ മലിനീകരണം, ശബ്ദ മലിനീകരണം, നടക്കാൻ പ്രയാസം, അപകടങ്ങൾ കൂടുന്നു, യാത്രാക്ലേശം വർദ്ധിക്കുന്നു, വാഹനക്കുരുക്ക് മൂലം സമയനഷ്ടം സംഭവിക്കുന്നു. ഓക്കെ, പഠിച്ചുവല്ലോ? ഓക്കെ, അപ്പം നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. മറക്കേണ്ട, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ട്യൂഷന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ, വെക്കേഷൻ കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അവർക്കൊക്കെ ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു.